ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിന്നൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ മൊഹബ്ബത്ത് കാ ഷർബത്ത്. അപ്പോൾ സത്യം പറഞ്ഞത് സീസണൊന്നും അല്ല, ഇത് ഉണ്ടാക്കാൻ പറ്റിയ സമയമേ അല്ല. കാരണം നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ്. ഈ സമയത്ത് ആർക്കും വേണം തണുത്തത് കുടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ആ നോമ്പിൻ്റെ കാലത്തും അതുപോലെ തന്നെ ആ വേനലിൻ്റെ സമയത്തൊക്കെ കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഈ മൊഹബ്ബത്ത് കാ ഷർബത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ റോസ് സിറപ്പ്. അപ്പോൾ ആ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അത് ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് നമ്മൾ വൈമോളിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടു. അപ്പോൾ നമ്മളത് അവിടെ വാങ്ങിച്ചു. അപ്പോൾ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് മാത്രം ഇത് ഞാൻ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം പാൽ നമ്മൾ ചൂടാക്കാൻ പോകണം. ഇതിൽ പഞ്ചസാരത്തിൽ ഞാൻ ചൂടാക്കാൻ പോകണം കേട്ടോ. ആദ്യം അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പാൽ ഒഴിക്കാൻ പോകണം. നമ്മളിത് ഒരു പാക്കറ്റ് പാലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം എടുക്കുന്നുണ്ട്. കാരണം വെള്ളം ഇല്ലെങ്കിൽ തകി ഈ പാക്കറ്റ് പാൽ നമ്മുടെ കയ്യിൽ ഇത് കാരണം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചൂടാക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് പേർക്ക് അധികം കഴിക്കാൻ പറഞ്ഞത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ തണ്ണിമത്തൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. തന്നെ തണ്ണിമത്തം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ ചെയ്ത് നോക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഇതിൽ അരിഞ്ഞിടുന്നതാണ് കണ്ടത്. അപ്പം നമ്മളതുപോലെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ചെറിയ പീസസ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് കടിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അരക്കി ചുമ്മാ പീസസ് ആയിട്ട് അതിൽ കിടക്കുക ചെയ്യണം. പാത്രത്തിലേക്ക് അപ്പം ഞാനിതാ നമ്മുടെ തണ്ണിമത്തം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പരിപാടിയാണ് കസ്കസ്. നമുക്കിനി കസ്കസ് വെള്ളത്തിൽ കുതിർത്താനാണ് കേട്ടോ. അപ്പം നമ്മൾ തന്നെ കസ്കസ് കുറച്ച് ഞാനുള്ളൂ, അധികം എനിക്കും ഇഷ്ടമില്ല. അപ്പം എനിക്ക് കുറച്ച് കൂടിപ്പോയി. ഇതും കുറച്ച് വെള്ളം വെച്ചിട്ട് കുതിർത്താൻ വയ്ക്കാം. മറ്റു സാധനങ്ങളൊക്കെ റെഡി ആകുമ്പോഴേക്കും ഇത് കുതിർന്നു ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് തന്നെ അത്യാവശ്യം പഞ്ചസാര ചേർക്കണം കേട്ടോ. ഇത് തന്നെ ഇതിൽ കിടന്ന് പഞ്ചസാര കുതിരാൻ വേണ്ടിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ സിറപ്പിൽ ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇടുന്നു. പിന്നെ അവസാനം വേണമെങ്കിൽ നമുക്ക് ഇടാം. കുറച്ച് മധുരം ഇരിക്കണം. പാലൊന്ന് തിളപ്പിച്ച് നമുക്ക് നിർത്താം. തിളച്ച പാല് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലത്. പച്ചപ്പാല് കുടിക്കുന്നത്ര നല്ല അങ്ങനെ പാൽ തിളപ്പിക്കുന്നത് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടികൾ കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ സംഭവം റെഡി. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഓഫ് ചെയ്താൽ ഞാനത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷർബത്തിന് വേണ്ടി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ സംഭവം, റോസ് സിറപ്പ്. ഇത് കിട്ടിയ കാരണം നമ്മൾ മെയിനായിട്ട് സാധനം ഉണ്ടാക്കുന്നതിന് കാരണം കേട്ടോ. അപ്പോൾ അടുത്ത് നോക്കാം തണ്ണിമത്തൻ, പിന്നെ കസ്കസ് കുതിർത്തിയത്, പാല്, പിന്നെ നമുക്ക് ഐസ് ക്യൂബ്സ്. പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കാം. ഞാൻ കുറച്ച് വലിയ പാത്രങ്ങൾ എടുക്കണം കേട്ടോ. പാല് ചൂടുണ്ട്, ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. അപ്പം ഞാൻ പാല് കുറച്ച് നേരം ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല ചൂടുള്ള കാരണം അപ്പം ചെയ്തില്ല. അപ്പോൾ ചൂടാറാൻ വെച്ച ശേഷമാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിലും വെച്ച് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം എടുത്ത് പുറത്തേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുത്തിരുന്നത് അതാ രാമിതയാണ് കേട്ടോ.
അപ്പം നമ്മുടെ ഷർബത്ത് ടേസ്റ്റ് ചെയ്യുന്ന ആളിരിക്കണം കേട്ടെന്ന് അതോ പറഞ്ഞ ഹായ് പറഞ്ഞടാ. ഹായ്. ഇവനാണ് നമ്മുടെ ഷർബത്ത് നിന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് തണ്ണിമത്തം ഞാൻ എടുത്തിടാം. പിന്നെ നമ്മുടെ മെയിൻ സാധനം റോസ് സിറപ്പ് ഇത് ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഒഴിക്കാം. സിറപ്പ് കുറവ്, ചില കുറച്ചധികം പഞ്ചസാര കുറവുണ്ട്. അപ്പം പഞ്ചസാര ഇതാണ്. കൊത്തി വെച്ചുള്ള കസ്കസിൽ ചേർക്കാം. ആവശ്യത്തിനുള്ള ചേർക്കാം. ഇളക്കി നോക്കാം. ഞാൻ ഫുള്ള് ചേർക്കുന്നുണ്ട്. കിടക്കട്ടെ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കസ്കസ് കുറച്ച് കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇട്ടു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ടായത്. ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കിടക്കണം, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇടാം. അങ്ങനെ ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റ് ചെയ്യണ വ്യക്തി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവനുള്ളത് പാഴ്സൽ കൊടുത്തു. പകരം നമ്മുടെ പാച്ചുചാട്ട വന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവൻ്റെ അത് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും ഇവിടെ കറണ്ട് പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവൻ കഴിക്കണം. അപ്പോൾ എനിക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. എനിക്ക് ആ സമയത്ത് കഴിക്കാൻ മൂഡുണ്ടായില്ല. എനിക്ക് മെയിനായിട്ട് മധുരം കഴിക്കാനുള്ള മൂഡ് വരിക നൈറ്റാണ് കേട്ടോ. അങ്ങനെ നൈറ്റ് ഞാനും ട്രൈ ചെയ്തു നോക്കി. സംഭവം കൊള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാൻ മതിയായിരിക്കും. ബൈ.